പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആരാധന ദിവസമാണ്, ഞായറാഴ്ച. ഈ സൺഡേ ആരാധനയ്ക്ക് ധാരാളം പ്രാധാന്യതകളുണ്ട്, ഗൗരവങ്ങളുണ്ട്. ലോകം വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു വലിയ വിപത്തിന്റെ താഴ്വരയിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. അടുത്ത ഒരു ദിവസം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് സദ്വർത്തമാനങ്ങളാണോ ദുർവർത്തമാനമാണോ എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത ചില ദിവസങ്ങളിലേക്ക് നാം സ്വയമായി വന്നെത്തുന്നതല്ല. കാലങ്ങൾ, സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോരോ കാരണങ്ങൾ നമ്മെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ വർഷത്തിന്റെ ആരംഭം മുതൽ നമ്മൾ ധാരാളം വിപത്തുകളെ കണ്ടു. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ പലരും നമുക്ക് നഷ്ടമായി. എന്നാൽ ദൈവം എന്തൊക്കെയോ കാണിക്കുവാനും ദൈവത്തെ പുകഴ്ത്തുവാനും നാം ഒന്നുമില്ല എന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് കണ്ടെത്തുവാൻ, അവൻ ഒരു ഹൃദയം നിറഞ്ഞ നന്ദി ചെലുത്തുവാൻ അല്പം നാളുകൾ കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആര് സ്തുതിച്ചില്ലെങ്കിലും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്തുതിക്കുവാൻ ചില കാരണമുണ്ട്. ആര് ദൈവത്തെ പുകഴ്ത്തിയില്ലെങ്കിലും ദൈവത്തെ പുകഴ്ത്തുവാൻ നമുക്ക് ധാരാളം കാരണങ്ങളുണ്ട്. ആർക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ, ദൈവത്തോട് നന്ദി പറയുവാനില്ലെങ്കിലും ദൈവത്തോട് നമുക്ക് ധാരാളം നന്ദി പറയുവാനുണ്ട്. ആർക്ക് അഭിമാനിക്കുവാൻ കഴിവില്ലെങ്കിലും നമുക്ക് ദൈവസന്നിധിയിൽ ഒരുപാട് കാര്യങ്ങളിൽ അഭിമാനിക്കുവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, വകയുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു യോഗ്യതയും ഒരു മാന്യതയും ഒരു കഴിവും ജ്ഞാനവും അറിവും സമ്പത്തും ഒന്നും ഇല്ലാതിരുന്ന നമ്മെ ഒരു പൊട്ടനെ വിളിച്ചുകൊണ്ട് വരുന്നത് പോലെ ദൈവം വിളിച്ചും കൊണ്ട് വന്ന് ചില കാര്യങ്ങളിൽ മാനിക്കുകയും സഹായിക്കുകയും നിലനിർത്തുകയും നമ്മെ പുലർത്തുകയും ചെയ്ത സർവശക്തനായ ദൈവത്തിന് ഈ തരുണത്തിലല്ലാതെ നമ്മൾ എപ്പോഴാണ് നന്ദി പറയേണ്ടത്? എപ്പോഴാണ് ദൈവത്തെ സ്തുതിക്കുവാൻ പോകുന്നത്? നോക്കൂ, എത്ര വലിയ വിപത്തുകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയം. വളരെ ദുർഘടകരമായ ഒരു കാലഘട്ടത്തിൽ കൂടെ ഉറക്കമില്ലാത്ത രാത്രികളിൽ അനേകായിരങ്ങൾ ചെലവഴിക്കുന്നു. അവർ ഉണർന്നെഴുന്നേൽക്കുന്നത് ദുഃഖത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും ഉള്ളതായ ഒരു കാൽവയ്പോടുകൂടെയാണ്. എന്നാൽ ദൈവം നമ്മെ ഇതുവരെയും പുലർത്തി. ദൈവത്തിന്റെ ദയയാണ്. നമ്മെ അതിന് തിരഞ്ഞെടുക്കുവാൻ നമുക്ക് യോഗ്യതയൊന്നുമില്ല. പക്ഷെ എവിടെയോ നമ്മിൽ എന്തോ ദൈവം ചില നന്മകൾ കണ്ടു. ചില കണ്ണുനീർ ചില ദേശങ്ങളിൽ ഇരുന്ന് ആരൊക്കെയോ പൊഴിക്കുന്നത് ദൈവം കണ്ടിട്ടുണ്ടാകും, ദൈവം മാനിക്കുന്നുണ്ടാകും. കഴിഞ്ഞു പോകുവാനും കടന്നു പോകുവാനുള്ളതായ അനേക സന്ദർഭങ്ങൾ നമ്മുടെ മുൻപിൽ വന്നതാണ്. പക്ഷെങ്കിൽ ദൈവം നമ്മെ നിലനിർത്തി. ദൈവം നമ്മെ തെരഞ്ഞെടുത്തതായ അവന്റെ സന്നിധിയിൽ ഇത്രത്തോളം നിർത്തിയതായ ആ വഴികളെ, മുഖാന്തരങ്ങളെ ഒന്ന് ചിന്തിച്ചാൽ അണപൊട്ടി ഒഴുകുന്നത് പോലെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരും. എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മുടെ സങ്കടങ്ങളെ കാണുവാനല്ല, നമ്മുടെ അല്ലെങ്കിൽ ആവലാതികളെ കേൾക്കുവാനല്ല, നന്ദി നിറഞ്ഞതായ ഒരു ഹൃദയത്തെ ദൈവം ഈ പ്രഭാതത്തെ നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നു. വേദപുസ്തകത്തിലെ അനേക ജ്ഞാനങ്ങളായിട്ടുള്ള അനേക വാക്യങ്ങൾ എടുത്ത് വിവരിക്കുന്നതിലല്ല. എന്നാൽ ഓരോ ഭക്തന്മാരും ദൈവവചനത്തെ നോക്കുന്ന ഉടനെ അബ്രഹാം മുതൽ അങ്ങോട്ട് നോക്കുമ്പോൾ, കർത്താവേ, നീ എന്നെ ഇത്രത്തോളം നിലനിർത്തുവാൻ, എന്നെ തിരഞ്ഞെടുക്കുവാൻ, ഈ നന്മകളൊക്കെയും കാണുവാൻ, ഈ ദിവസത്തെയും കാണുവാൻ എന്നെ തിരഞ്ഞെടുത്തല്ലോ. അതിന് ഞാൻ എന്ത് യോഗ്യത എനിക്കുണ്ട്? എന്റെ കുഞ്ഞുങ്ങൾക്കുണ്ട്, എന്റെ ഭവനത്തിനുണ്ട്, എന്റെ ദേശത്തിനുണ്ട്. അത് ഓർക്കുന്ന ഹൃദയങ്ങളോട് അവർ കാണിക്കുന്നതായ നന്ദിയെ ഏറ്റുകൊള്ളുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. എത്ര പേർക്ക് ആ നന്ദിയുള്ളതായ ഒരു ഹൃദയമുണ്ട്? അവർക്ക് എന്നോടൊപ്പം ചേർന്ന് ഈ പാട്ടിന്റെ ആരാധനയോട് ചേർന്ന് നമുക്കൊന്ന് ചേർന്ന് പാടാം. എന്നെ തെരഞ്ഞെടുക്കുവാൻ, എന്നെ മാനിക്കുവാൻ കർത്താവേ, എനിക്ക് യോഗ്യത എന്തുള്ളൂ എന്ന് ദൈവ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ നമുക്ക് മനസ്സ് വരുന്നുണ്ടെങ്കിൽ, ഈ ജീവിതത്തിൽ ഇത്രത്തോളം നമ്മൾ കാണിച്ചിട്ടുള്ളതിലും ഏറ്റവും വലിയ ദൈവത്തിന് പ്രസാദകരമായ ഒരു പ്രവൃത്തി അതായിരിക്കും. ദൈവം നമ്മെ കാണുവാൻ, നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുവാൻ നമ്മെ സ്വർഗത്തിൽ നിന്നും കുനിഞ്ഞു നോക്കുന്നു. ഗോഡ് ബ്ലെസ് യു. എന്നിലെന്നു നീ കണ്ടേശുവേ, എന്നെ തിരഞ്ഞെടുപ്പാൻ
യേശുവേ ഒരു യോഗ്യതയും പറയാനില്ല കൃപയൊന്നു മാത്രം യേശുവേ സമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ സമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ അതിദാരുണമാം കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ